പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ്, ഇന്നലെ കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ അപ്രതീക്ഷിതമായി അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ സാമി സയനെ നേരിട്ട CM പങ്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ അത്ര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ആരാധകർ ഏറ്റെടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് തുടക്കത്തിലേ പറയാനുള്ളത്, ഈ മത്സരശേഷമുള്ള സാമി സയൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ WWE നിലവിൽ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെയാണ് സാമി സയൻ റിയാക്ട് ചെയ്തിട്ടുള്ളത്. സാമി സയൻ വളരെ രൂക്ഷമായിട്ടുള്ള വാക്കുകളിലൂടെയാണ് ഈ ടൈറ്റിൽ മത്സരത്തിൽ പരാജയപ്പെട്ടതിനോട് സംസാരിച്ചത്. 25 വർഷങ്ങൾ താൻ കഠിന പ്രയത്നം ചെയ്തു, വെറും 9 ദിവസം മാത്രമാണ് ഒരു ചാമ്പ്യൻഷിപ്പ് തൻ്റെ കയ്യിലേക്ക് വന്നത്. എവിടെ നിന്നോ പറന്നിറങ്ങിക്കൊണ്ട് ഒരു പാർട്ട് ടൈമർ വന്നിട്ട് തൻ്റെ ചാമ്പ്യൻഷിപ്പ് കൊണ്ടുപോയി. പിന്നെ ഒരു തെറിയാണ് വിളിക്കുന്നത്. ആ ആൾ എവിടെ നിന്ന് വന്നു എന്ന് പോലും തനിക്ക് അറിയില്ല. താൻ ഇതിനെ തിരിച്ചടിക്കുമെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ദേഷ്യവുമുണ്ട്, അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിഷമവുമുണ്ട്. അത്തരത്തിലുള്ളൊരു റിയാക്ഷൻ വീഡിയോ WWE പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. അത് ആരാധകർക്കിടയിൽ ക്ലിക്കായിട്ടുണ്ട്. സാമി സയന് നല്ലൊരു സിമ്പതി പിടിച്ചു പറ്റാൻ സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഷിക്കാഗോ എന്ന് പറയുന്ന ഫാൻസിനെ നിങ്ങൾക്കറിയാം, CM പങ്കിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായിട്ടുള്ള ഫാൻസാണ്. അപ്പോൾ ഈ മത്സരശേഷം ഈ സാമി സയനെ തെറി വിളിക്കുന്ന ഷിക്കാഗോ ഫാൻസിൻ്റെ വീഡിയോയും നിലവിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് കുറച്ച് സീനായിട്ടുള്ളൊരു വീഡിയോ ആണ്. സാമി സയൻ അതിന് മറുപടി കൊടുക്കുന്നതും തിരിച്ചങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ വിരലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെറി വിളിക്കുന്ന ഒരു ആംഗ്യവും കാണിക്കുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിലേക്കുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് ഇവരുടെ ഫ്യൂഡ് കടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ആളുകൾക്കിടയിൽ ക്ലിക്കായിട്ടുണ്ടെങ്കിലും അതിൻ്റെ അതിർവരമ്പുകൾ കടന്ന് ഈ ഒരു ഫ്യൂഡ് പോകുന്നു എന്നത് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് റിയാക്ഷൻസ് ആണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നിലവിൽ CM പങ്കിൻ്റെ ഒരു സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ, ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ CM പങ്ക് അപ്പിയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ CM പങ്ക് എന്തുകൊണ്ട് ഈ ഒരു ചാമ്പ്യൻഷിപ്പിന് വന്ന് വിജയിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചൊരു അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രൊമോ CM പങ്കിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വെച്ചിട്ട് CM പങ്കിൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്ത് എന്ന് ചോദിക്കുമ്പോൾ, നമുക്ക് എല്ലാവർക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് നിലവിൽ ഇപ്പോൾ PW ഇൻസൈഡറും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. CM പങ്ക് വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള മത്സരം സമ്മർ സ്ലാം 2026 ഒരു ദിവസത്തിൻ്റെ മെയിൻ ഇവൻ്റായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു CM പങ്കിനെ തിരികെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിപ്പിച്ചത് എന്നുള്ള വാർത്തകൾ തന്നെയാണ് PW ഇൻസൈഡറും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലൊരു സർപ്രൈസ് ഫാക്ടർ ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ ഒരു റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്കുള്ള ഒരു സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ, CM പങ്കും കോഡി റോഡ്സ് എന്നുള്ള ഒരു മത്സരം അവർ യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് റസൽമേനിയ 43 അടുത്ത വർഷം സൗദി അറേബ്യയിലെ റിയാദിൽ വെച്ച് നടക്കുന്ന ഗ്രാൻഡസ്റ്റ് സ്റ്റേജിലായിരുന്നു. പക്ഷേ ഈ വർഷത്തെ സമ്മർ സ്ലാം റസൽമേനിയ 42 ഈ വർഷത്തെ റസൽമേനിയേക്കാൾ മികച്ചതാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ CM പങ്കും കോഡി റോഡ്സും തമ്മിലുള്ള അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മത്സരം ഈ സമ്മർ സ്ലാമിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് ആ രീതിയിലുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നിലവിൽ CM പങ്കിന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന ഒരു റിയാക്ഷൻ അനുസരിച്ചാണെങ്കിൽ, CM പങ്കിനെ ഹൾക്ക് ഹോഗൻ എന്ന് പറയുന്ന എക്കാലത്തെയും മികച്ച പ്രൊഫഷണൽ റെസ്ലറുമായിട്ടാണ് എല്ലാവരും ഉപമിക്കുന്നത്. ഹൾക്ക് ഹോഗൻ്റെ ഒരു തുടക്കകാലത്ത് അദ്ദേഹം കുറേയധികം യങ് ടാലൻസിൻ്റെ കരിയർ നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ നിലയിൽ പല കൂട്ടുകാരെയും കേട്ടിട്ടുണ്ടാകും. അത്തരത്തിൽ തന്നെയാണ് CM പങ്ക് മറ്റുള്ളവരുടെ അവസരങ്ങളൊക്കെ തട്ടിയെടുക്കുന്നു, മറ്റുള്ളവരുടെ കരിയറിന് വലിയ തടസ്സമായി നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് ആളുകൾ CM പങ്കിൻ്റെ ഈ വിജയത്തെ ഇപ്പോൾ ഉപമിക്കുന്നത്. അപ്പം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടും കൊടുത്തും ആരാധകർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വെല്ലുവിളികളും വലിയ സപ്പോർട്ടുമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ സംഭവബഹുലമായിട്ട് CM പങ്കിൻ്റെ തിരിച്ചുവരവും ഈ ചാമ്പ്യൻഷിപ്പ് വിജയിച്ച മൊമെൻറ്റും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും സ്റ്റോറി ലൈൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ക്ലിക്കായിട്ടുണ്ട്, വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്, വലിയ വിവാദമായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ WWE ഒരു സ്റ്റോറി ലൈനിലൂടെ തരണം ചെയ്യും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇനിയുള്ള സ്മാക്ഡൗൺ എപ്പിസോഡുകൾ എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. സ്മാക്ഡൗൺ ബ്രാൻഡിലേക്ക് പൂർണ്ണമായി CM പങ്ക് മാറുന്ന ഒരു അനൗൺസ്മെൻറ്റും കൂടി നമുക്ക് ഈ ശനിയാഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ പ്രതീക്ഷിക്കാം. സാമി സയൻ്റെ കൈവശത്ത് നിന്ന് CM പങ്കിനെ ആ ഒരു ചാമ്പ്യൻഷിപ്പിലേക്ക് എത്തിച്ചത്, അത് നിങ്ങൾക്ക് അതൊരു പോസിറ്റീവ് മൂവ്മെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? സാമി സയൻ എന്ന് പറയുന്ന റെസ്ലർ ഒരിക്കലും ഒരു മെയിൻ ഇവൻറ്റ് കാലിബറുള്ള ഒരു റെസ്ലറാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും, കുറച്ചും കൂടി ദിവസം സാമി സയൻ്റെ കൈവശം ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഇരുന്നെങ്കിൽ ഒന്ന് ബെറ്റർ ആയിരുന്നേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ്, WWE കൂടാരത്തിലേക്ക് പുതുതായി വരാൻ സാധ്യതയുള്ള 2 റെസ്ലേഴ്സിൻ്റെ വാർത്ത നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. ഫൈറ്റ്ഫുൾ സെലക്ട് എന്ന് പറയുന്ന വെബ്സൈറ്റാണ് ഈ 2 അപ്ഡേറ്റും പുറത്തേക്ക് കൊണ്ടുവന്നത്. അതിൽ ഒന്നാമത്തേത്, മേജർ ലീഗ് റെസ്ലിംഗ് എന്ന് പറയുന്ന കമ്പനിയിലെ ഒരു ടോപ്പ് സ്റ്റാർ, നിലവിൽ ഇദ്ദേഹം ഒരു കമ്പനിയുമായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടില്ല, ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് കമ്പനികളിലെ ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫ്രീ ഏജൻറ്റ് കൂടിയാണ്. അപ്പോൾ റിച്ചാർഡ് ഹോളിഡേ എന്ന് പറയുന്ന ആ റെസ്ലറിനെ WWE കൂടാരത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ
ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം ഉടനെ തന്നെ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ, ഇതുവരെ സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സൈൻ ചെയ്യുമെന്നുള്ളതാണ് ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. നല്ല ക്യാരക്ടർ വർക്ക് ചെയ്യാൻ സാധിക്കുന്ന റെസ്ലറാണ്. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ കുറച്ച് സ്റ്റോറി ലൈൻസ് MLWയിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗംഭീരമായിട്ടുള്ള പ്രൊമോസും ഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടർ വർക്കുമാണ്. ഇൻ റിങ്ങിൽ അത്ര വലിയ ടാലൻ്റ് ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ക്യാരക്ടർ വർക്ക് WWE നമുക്കറിയാം, ക്യാരക്ടർ വർക്കിനാണ് പ്രാധാന്യം. അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസ്ലറാണ്. രണ്ടാമത്തേത് ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ മുൻ ജൂനിയർ IWGP ഹെവി വെയ്റ്റ് ചാമ്പ്യനൊക്കെ ആയിരുന്ന ഹിരോമു ടകഹാഷി എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. കുറച്ച് ആഴ്ചകൾക്ക് മുൻപ്, 1-2 മാസങ്ങൾക്ക് മുൻപ് ഈ ഒരു വാർത്ത പുറത്തേക്ക് വന്നതാണ്. എന്നാൽ ഫൈറ്റ്ഫുൾ സെലക്ട് ഇന്നലെ ഒരു അപ്ഡേറ്റ് പങ്കുവച്ചത് ഹിരോമു ടകഹാഷിയും വൈകാതെ തന്നെ WWE ഒരു കോൺട്രാക്റ്റിലേക്ക് എത്തും എന്നാണ്. അപ്പോൾ ജാപ്പനീസ് പാരമ്പര്യമുള്ള കുറേയധികം റെസ്ലേഴ്സിനെ WWE ഇപ്പോൾ കൂടാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിലെ പുതിയൊരു കഥാപാത്രമാണ് ഹിരോമു ടകഹാഷി. മികച്ച റെസ്ലറാണ്. ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൽ എണ്ണം പറഞ്ഞ നല്ല മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. WWEയിൽ വന്നാൽ അദ്ദേഹം മിക്കവാറും NXT ബ്രാൻഡിലേക്കായിരിക്കും അദ്ദേഹത്തിൻ്റെ ആദ്യ ഒരു സൈനിങ് വരാൻ പോകുന്നത്. മൂന്നാമത്തെയും അവസാനത്തേതുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ്, എക്കാലത്തെയും മികച്ച WWE താരങ്ങളിൽ ഒരാളായ ഫോർമർ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ കൂടിയായ നമ്മുടെയൊക്കെ ഇഷ്ടതാരമായ ഇന്ത്യൻ താരം ദ ഗ്രേറ്റ് ഗാലിയെ സംബന്ധിച്ചാണ്. ദ ഗ്രേറ്റ് ഗാലി 2 ദിവസം മുൻപ് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഇൻ്റർവ്യൂവിൽ ചോദിച്ച 2 ചോദ്യങ്ങൾ, അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഗ്രേറ്റ് ഗാലിയെ സംബന്ധിച്ച് വലിയ ചർച്ചയായിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഗ്രേറ്റ് ഗാലിയുടെ പ്രൊഫഷണൽ റെസ്ലിംഗിലെ ഭാവി എന്താണ്. അപ്പോൾ ഹോൾ ഓഫ് ഫെയിമർ കൂടിയായ താരം പറയുന്നത് താൻ ഫുൾ ടൈം കരിയറിൽ നിന്ന് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചു എന്നാണ്. പക്ഷേ WWE കെമിയോ അപ്പിയറൻസുകൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഒരു എക്സാമ്പിൾ പോലെ അദ്ദേഹം പറയുന്നത് റോയൽ റംബിളിനൊക്കെ വേണ്ടി ഒരു കെമിയോ അപ്പിയറൻസിന് വേണ്ടി തന്നെ സമീപിച്ചാൽ താൻ അത് തള്ളിക്കളയില്ല എന്ന് പറയുന്നു. പക്ഷേ ഒരു 1-2 ദിവസത്തെ ഒരു ഷൂട്ട് എന്നുള്ളതിൽ നിന്ന് മാറി ഒരു ഫുൾ ടൈമിലേക്ക് തനിക്കൊരിക്കലും മാറാൻ സാധിക്കില്ല. കാരണം തൻ്റെ മുട്ട് തന്നെ അതിനെ സമ്മതിക്കില്ല, തൻ്റെ കാല് വലിയ പ്രശ്നമാണ് എന്നുള്ളത് ഗ്രേറ്റ് ഗാലി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ്, ദ ഗ്രേറ്റ് ഗാലി വലിയൊരു വിഷമത്തോടു കൂടി പറയുന്നത് താൻ കമ്പനി വിടാൻ തീരുമാനിച്ചപ്പോൾ വിൻസ് മിക്മാൻ തന്നെ വെറും ഒരു കോമഡി കഥാപാത്രമാക്കി മാറ്റി എന്നുള്ളതാണ്. വിൻസ് മിക്മാൻ തന്നോട് ഡയറക്റ്റ് വന്ന് ചോദിച്ചു, ഗ്രേറ്റ് ഗാലി നിങ്ങൾ കമ്പനി വിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയോ എന്നുള്ളത്. അപ്പോൾ താൻ തൻ്റേതായിട്ടുള്ള കുറച്ച് തീരുമാനങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും കടക്കാൻ വേണ്ടി താൻ കമ്പനി വിടാൻ പോകുകയാണ് എന്ന് വിൻസ് മിക്മാനെ, അന്നത്തെ ചെയർമാനെ അറിയിച്ചപ്പോൾ അതുവരെ സീരിയസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന തൻ്റെ കഥാപാത്രത്തെ അദ്ദേഹം വളരെ കോമഡി, വളരെ ഒരു ആക്ഷേപഹാസ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കഥാപാത്രമാക്കി മാറ്റി എന്നുള്ളതാണ് ഗ്രേറ്റ് ഗാലി വിഷമത്തോടു കൂടി പറയുന്നത്. തൻ്റെ ആ ആദ്യത്തെ വരവ്, ദി അണ്ടർടേക്കറിനെയൊക്കെ വിറപ്പിച്ചിട്ടുള്ള വരവും വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ച മുഹൂർത്തത്തിൽ നിന്ന് തന്നെ കമ്പനി വിടാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് മനഃപൂർവ്വം തരം താഴ്ത്തിയതാണ്, അപമാനിച്ചതാണ് എന്നുള്ള രീതിയിലാണ് ഗ്രേറ്റ് ഗാലി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പങ്കുവെക്കുന്നത്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്ത് അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ആ പരിഗണന തുടർന്നും കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ഗാലിക്ക് ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ മുകളിലുള്ള ഒരു സ്ഥാനം WWEയിൽ കിട്ടുമായിരുന്നു. പക്ഷേ വിൻസ് മിക്മാന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളിലൂടെ ഗ്രേറ്റ് ഗാലിയെ തഴയുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. ഇതാണ് ഗ്രേറ്റ് ഗാലി കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് വെളിപ്പെടുത്തിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.